ഡോക്ടർ പി.കെ. ഗോപൻ, ഇപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞതിന് അങ്ങ് മറുപടി നൽകണം. ഇനിയിപ്പോൾ ഈ പാർട്ടിക്കാണ് അതിന്റെ ലാഭം കിട്ടിയത് എന്നുള്ളൊരു രാഷ്ട്രീയ ആരോപണമായിട്ട് എടുക്കുകയാണെങ്കിൽ കൂടി ഇപ്പോൾ പാർട്ടിയിൽ ഒരാൾ ആരോപണ വിധേയനായാൽ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുക? അയാൾ ഞങ്ങളിൽപ്പെട്ടവരല്ല, അയാളെ ഞങ്ങൾ ഇതാ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറയും. പക്ഷെ ഇന്നും കടകംപള്ളിക്ക് 100 നാവാണ് എൻ വാസുവിനെ കുറിച്ച് പറയുമ്പോൾ. എന്താണ് അതിന്റെ അർത്ഥം? ആദ്യം ശ്രീമതി സ്മൃതിയുടെ ചോദ്യത്തെ തന്നെ അഡ്രസ്സ് ചെയ്യാം. അതായത് ശ്രീ എൻ വാസു CPIM-ഉമായിട്ട് ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല. ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ CPM ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് കണ്ണടച്ചൊന്നും ഇരുട്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അതിനകത്ത് 1-2 ഘട്ടങ്ങളുണ്ട്. ശ്രീ എൻ വാസുവിൻ്റെ യൗവനകാലത്ത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യുവാവ് പൊതുരംഗത്ത് ശ്രദ്ധിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം അവിടെ പ്രത്യേക സാഹചര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡൻ്റാകുന്നു. അതിനുശേഷം അദ്ദേഹം പ്രാദേശികമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം തൊഴിലുമായി ബന്ധപ്പെട്ട് ഉന്നതങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം ജഡ്ജിയുടെ പവറുള്ള ട്രിബ്യൂണലിലേക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽക്കുന്നത്. അതും കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ കേരളത്തിലെ ഏറ്റവും നല്ല ട്രാക്ക് റെക്കോർഡുള്ള മന്ത്രിമാരിൽ ഒരാളായ ശ്രീ P.K. ഗുരുദാസിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കുന്നത്. ഏതെല്ലാം തരത്തിൽ ആക്ഷേപം ഉന്നയിക്കാൻ പറ്റുന്ന, ഏതു വിധത്തിലും ആക്ഷേപം കേൾക്കാൻ പറ്റുന്നൊരു വകുപ്പാണല്ലോ എക്സൈസ് വകുപ്പ്. പക്ഷേ മറ്റു പലതും എന്നതുപോലെ CPIM-ൻ്റെ മന്ത്രിമാർ ആ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അത്തരം ഒരു ആക്ഷേപം ഒരിക്കൽ പോലും കേൾക്കേണ്ടി വന്നിട്ടില്ല. അത് P.K. ഗുരുദാസനായാലും മറ്റ് എക്സൈസ് വകുപ്പ് മന്ത്രിമാരായാലും ഇപ്പോഴത്തെ ആയാലും ശരി. അപ്പോൾ അതിൽ ശ്രീ വാസുവിനെ പോലൊരാളെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കുന്നത് അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസി മാനിച്ചിട്ടാണ്. അതിലും അദ്ദേഹം ഒരു അപവാദവും കേൾപ്പിച്ചിട്ടില്ല. അതുപോലെ അദ്ദേഹത്തെ ദേവസ്വം ബോർഡിൻ്റെ ചുമതല ഏൽപ്പിക്കുമ്പോഴും CPIM-ൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു റെക്കോർഡാണ് ശ്രീ വാസുവിനുള്ളത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ ചില കോടതി നിരീക്ഷണങ്ങൾ, SIT-യുടെ അന്വേഷണം ഇതൊക്കെ വെച്ചുകൊണ്ട് വാസു ഏറ്റവും വലിയൊരു സമ്പത്ത് തട്ടിപ്പുകാരൻ അല്ലെങ്കിൽ സ്വർണം കവർന്നെടുത്തുകൊണ്ട് പോയാൽ എന്നൊക്കെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും യഥാർത്ഥത്തിൽ ശ്രീ എൻ വാസു അവിടുന്ന് ഏതെങ്കിലും ഏജൻസികളെ ഉപയോഗിച്ച് സ്വർണം പിടിച്ചു വാങ്ങിയെന്നോ അദ്ദേഹം സ്വർണം കടത്താൻ കൂട്ടുനിന്നോ ഒന്നും യാതൊരു ധാരണയും കേരളീയ സമൂഹത്തിനില്ല. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ നടന്നിട്ടുള്ള പരമ്പരാഗതമായിട്ട് പല ആരാധനാലയങ്ങളിൽ നടന്നു വരുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതിനിധികളായിട്ട് തന്നെ അത്തരം ആരാധനാലയങ്ങളിൽ ജീവനക്കാരായിട്ടിരിക്കുന്ന പലരും കാണിച്ചു കൂട്ടിയിട്ടുള്ള അപകടങ്ങൾ ശ്രീ വാസു ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥൻ എന്നതിനപ്പുറം അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നിയമപരമായി അറിയുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ P.K. ഗുരുദാസിന്റെ PS ആയി ജോലിയെടുത്തിട്ട ആളാണ്. അദ്ദേഹത്തിന് 2 തവണ കമ്മീഷണറായിരുന്നു, 2 തവണ ദേവസ്വം കമ്മീഷണറായ ആളാണ്. അപ്പോൾ ഈ ദേവസ്വം കമ്മീഷണറായിരിക്കുമ്പോൾ തന്നെയുള്ള പിഴവാണല്ലോ ആദ്യത്തേത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഉദ്യോഗസ്ഥർ വന്ന് നൽകുന്ന കടലാസിന് ഒപ്പിട്ട് കൊടുക്കൽ മാത്രമാണോ ജോലി? അത്രയും നിഷ്കളങ്കമായാണോ ഈ ജോലി ചെയ്യുന്നത്? അല്ല, അത് ശ്രീ സ്മൃതി മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഹൈക്കോടതിയിൽ കൊടുത്ത പാനലിൽ നിന്നാണല്ലോ ദേവസ്വം കമ്മീഷണറെ ഹൈക്കോടതിയാണല്ലോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഹൈക്കോടതി എന്തുകൊണ്ടായി അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? എന്തിനാ ഹൈക്കോടതിക്ക് അധികാരം കൊടുക്കുന്നത്? ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു പാനലിൽപ്പെട്ട ആളുകളെ IAS-കാരൻ വേണമെന്നാണ് ചട്ടം. അതുണ്ടായില്ല ആ പാനലിൽ. അത് കോടതി എന്താ കോടതി എന്താ ശ്രീ സ്മൃതി കോടതി നിങ്ങളൊരു അല്ലല്ല ഇതിന് ഉത്തരം പറഞ്ഞാട്ടെ. കോടതിയിൽ കൊടുത്ത പട്ടികയ്ക്കകത്ത് സ്മൃതി പറഞ്ഞ നിയമവശമാണെങ്കിൽ ഇത് കോടതിയിലാണ് കൊടുത്ത, നിയമത്തിൻ്റെ അപ്പോസ്തല കേന്ദ്രമോ കോടതി. അവിടെ അവരെന്തുകൊണ്ടാണ് ഗവൺമെന്റിനോട് പറയാഞ്ഞ് നിങ്ങൾ ഈ ലിസ്റ്റ് അങ്ങ് മാറ്റിയിട്ട് IAS കേഡർമാരുടെ ലിസ്റ്റ് കൊണ്ടുവരാൻ കോടതിക്ക് പറയാറുണ്ടല്ലോ? അപ്പോൾ IAS കേഡറില്ല എന്നാണല്ലോ. അങ്ങ് ആ പട്ടിക പറയൂ, അതിനുശേഷം മറുപടി പറയാം. അല്ല, പട്ടിക എന്തോ ആവട്ടെ, ശ്രീ സ്മൃതി. വേണമെന്നുള്ളതാണ്. എന്തുകൊണ്ട് IAS-കാർ ഒഴിവാക്കപ്പെട്ടു? അതിനുശേഷം എൻ വാസു യോഗ്യനാണ് ഉത്തരം പറയുന്നത് അതെങ്ങനെയാണ്? ഞാൻ ചോദിക്കട്ടെ, ഒരു ജോലിക്ക് ശ്രീ സ്മൃതി ജേർണലിസം ഒരു ജോലി കൊടുക്കുന്നു, അതിൽ ജേർണലിസത്തിന്റെ ഇന്ന കോഴ്സ് പാസ്സായിരിക്കണമെന്ന് ആ സ്ഥാപനം അനുശാസിക്കുന്നു. അപ്പോൾ അവരല്ലാത്ത ഒരാൾ വന്നാൽ അവർ അപ്പോയിൻമെന്റ് ഓർഡർ കൊടുക്കുമോ?
അതുപോലെ കേരള ഹൈക്കോടതിയിൽ IAS കേഡർ ഇല്ലെങ്കിലും പോസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ടാണല്ലോ അവർ ദേവസ്വം കമ്മീഷണറായിട്ട് അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ കോടതി വളരെ കൃത്യമായി അന്വേഷിക്കുമല്ലോ ഇയാളുടെ ട്രാക്ക് റെക്കോർഡർ. ആരുടെ പേര് കൊടുത്താലും കോടതി അന്വേഷിക്കും. കോടതിക്ക് അതിനുള്ള സംവിധാനം ഉണ്ടല്ലോ. ആ അന്വേഷണത്തിൽ കോടതിയുടെ മുമ്പിലും ശ്രീ എൻ വാസു ക്ലിയർ ആയിട്ടുള്ള എൻ വാസുവിനെ നിർദ്ദേശിക്കുമ്പോൾ എന്താണ് സർക്കാർ പറഞ്ഞിരുന്ന ന്യായീകരണം അങ്ങ് പറയൂ. സർക്കാർ പറഞ്ഞ ന്യായീകരണം എന്താ? സർക്കാരിന്റെ മുമ്പിൽ നല്ല ട്രാക്ക് റെക്കോർഡറുള്ള ഒരാളിനെയാണ് കൊടുത്തത്. അത് തന്നെയാണ് കോടതിയും പരിഗണിച്ചത്. കോടതിയുടെ മുമ്പിൽ ഞാൻ ആവർത്തിക്കുകയല്ലേ, അത് കോടതിക്ക് വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് അത് ആ ആൾ പറ്റിയതല്ലെന്നെങ്കിൽ കോടതി നിയമിക്കില്ല. കാരണം പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ ഇത് ഗവൺമെൻറ് നേരിട്ടല്ലല്ലോ കമ്മീഷൻ നിയമിക്കുന്നത്. ഗവൺമെൻറ് നേരിട്ട് അവിടെ പോസ്റ്റ് ചെയ്യാനുള്ള അധികാരം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും മാത്രം, അതും ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ബാക്കി മുഴുവൻ കാര്യങ്ങളും അവിടെ നടക്കുന്നത് കോടതിയുടെ നിരീക്ഷണത്തിലാണ്. കോടതിയുടെ നിരീക്ഷണത്തിലാണ് കോടതി അറിഞ്ഞിട്ടല്ലോ അവിടെ കൊള്ള നടന്നിരിക്കുന്നത്. ഡോക്ടർ പി.കെ. ഗോപൻ, കൊള്ളയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്മൃതിയുടെ ചോദ്യത്തെ ഞാൻ ആദ്യം അഡ്രസ്സ് ചെയ്തത് ആ ഒരു സംവിധാനത്തെ ഞാൻ പിന്നെ ഒരു ദോഷമായിട്ട് എനിക്ക് വരരുത്. എനിക്ക് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ കാര്യത്തിൽ 1-2 മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ സ്മൃതി ചോദിച്ചതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. എങ്ങനെയാണ് ദേവസ്വം കമ്മീഷൻ വന്നതെന്ന് പറഞ്ഞു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു. ഇവിടെ ശ്രീ കോൺഗ്രസ് പ്രതിനിധി ചൂണ്ടിക്കാണിച്ചത് ദേവസ്വം ബോർഡിന്റെ എൻ വാസുവിന്റെ CPM ബന്ധമാണ്. ഞാൻ ആ ബന്ധത്തെ തള്ളിക്കളയുന്നില്ല. കാരണം അദ്ദേഹം യൗവനകാലത്ത് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. പിന്നീട് അദ്ദേഹം ഉയർന്ന ഉദ്യോഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ശ്രദ്ധേയമായ ഒരു പങ്ക് വഹിച്ച ആളെന്ന തരത്തിൽ അദ്ദേഹത്തിന് പല പദവികൾ ലഭിച്ചു. ആ കൂട്ടത്തിൽ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ സാമൂഹിക പശ്ചാത്തലം കൂടി പരിഗണിച്ച് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിനിധികളും ആ വിഭാഗത്തിലെ ഏറ്റവും ശേഷി തെളിയിച്ചവരും അവിടെ ചുമതലയേൽക്കണം. CPM എല്ലാ കാലത്തും അത് ആ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. വളരെ വളരെ അപൂർവമായ ഘട്ടങ്ങളിൽ മാത്രമാണ് പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകരെ CPM ദേവസ്വം ബോർഡിൻ്റെ ചുമതലക്കാരായിട്ട് കൊടുത്തുള്ളത്. അങ്ങനെ വേണമെങ്കിൽ പറയാവുന്ന 2 പേരുകൾ, ഒന്ന് ശ്രീ പത്മകുമാറും ശ്രീ അനന്തഗോപനുമാണ്. എന്നാൽ അതിനു മുമ്പ് ഞങ്ങൾ കൊടുത്തിട്ടുള്ള പൊതു പേരുകളെല്ലാം തന്നെ പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകരെ അല്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇപ്പോൾ ഈ വിവാദം ഉണ്ടായപ്പോൾ ശബരിമലയിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല, ഏറ്റവും കൃത്യതയോടുകൂടി ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ വേറെ ഒരാളെ കൊടുത്തു കഴിഞ്ഞാൽ അതും അപവാദത്തിനിടയാകും. അതുകൊണ്ട് നല്ല ട്രാക്ക് റെക്കോർഡുള്ള ജയകുമാർ സാറിനെ കൊടുത്തതും അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു അനധികൃത സംഭാവനയും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശശുദ്ധിക്ക് നല്ല തെളിവായിട്ടാണ് IAS കേഡറിനെ ഇപ്പോൾ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് കൊടുത്തത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ശ്രീ വാസു പിണറായി വിജയന്റെ വിധേയനാണ്. ഈ ശൈലി എവിടുന്നാണെന്നറിയോ കിട്ടുന്നത്? അതൊരു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശൈലിയാണ്. കാരണം വ്യക്തിപരമായി ആളുകളുമായിട്ട് വിധേയത്വം ഉണ്ടെങ്കിൽ മാത്രമേ. പ്ലീസ് അല്ലല്ല, നിങ്ങള് കോൺഗ്രസിന്റെ പ്രതി പറഞ്ഞതിന് മറുപടി പറയാൻ സമ്മതിക്കത്തില്ല. അതിലൊരു കാരണമുണ്ടല്ലോ. അദ്ദേഹം 2 തവണ കമ്മീഷണർ ആകുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്ന കമ്മീഷണറെ പ്രസിഡന്റ് ആക്കുന്ന ഒരു കീഴ്വഴക്കമില്ല. അങ്ങനെ ഒരു രൂപത്തിലേക്ക് എൻ വാസുവിനെ കൊണ്ടുവരുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ പിണറായി വിജയനുമായി അടുത്ത നേതാവ് എന്ന് പറയുന്നതിൽ എന്തിനാണ് അങ്ങേക്ക് ഇത്ര രോഷം കൊള്ളേണ്ട കാര്യം? അല്ല, അതിന് മറുപടി ഞാൻ പറയാൻ സമ്മതിക്കാതാണോ അടുത്ത ചോദ്യമായിട്ട് വരുന്നത്? ഞാൻ അതിന് മറുപടി പറയാൻ ഒരുങ്ങിയപ്പോൾ അതിൻ്റെ പുറത്ത് കയറി ചോദ്യമായിട്ട് വരുന്നതിൻ്റെ യുക്തി എന്തുവാ? കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് ഞാൻ മറുപടി പറയട്ടെ. തൽക്കാലം സ്മൃതി അവതാരികയായിട്ടിരി, കോൺഗ്രസിന്റെ പ്രവർത്തകയായിട്ട് ഈ ഫോളോർ കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കാം. ഞാൻ പറഞ്ഞത് ഇപ്പോ വിധേയത്വം എന്ന ശൈലി എന്ന് ഞാൻ പറയാൻ സമ്മതിക്കില്ലല്ലോ. പിന്നെ എന്താണ് പറഞ്ഞത്? അങ്ങ് ചർച്ചയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുക, വ്യക്തിയാധിക്ഷേപം പറ്റില്ല കേട്ടോ. അല്ല, ഇതിനകത്ത് എന്ത് വ്യക്തിയധിക്ഷേപം വന്നേ? ഇതിൽ ഞാൻ എന്ത് വ്യക്തിയധിക്ഷേപം നടത്തിയേ? എനിക്ക് കോൺഗ്രസിൻ്റെ പ്രതിനിധി മറുപടി പറയുന്നതിന് ഞാൻ നേരത്തെ സ്മൃതിയോട് അനുവാദം ചോദിച്ചാണ്. ആദ്യം ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അഡ്രസ്സ് ചെയ്യുന്നു. രണ്ടാമത് ആ ചോദ്യം ഞാൻ അതിന് മറുപടി പറയാൻ ഒരുങ്ങിയപ്പോൾ പിന്നെ വിധേയത്വത്തിന് ഇത്രയും വലിയ വ്യാഖ്യാനം ഇതിനാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ ചോദിക്കേ, ഞാൻ എന്താണ് ഈ വിധേയത്വം എന്ന വാക്ക് കൊണ്ടുവന്നതിൻ്റെ അർത്ഥം എന്താ? പിണറായി വിജയൻ്റെ വിധേയനായതുകൊണ്ടാണ് എൻ വാസുവിനെ പ്രസിഡന്റാക്കിയെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ശൈലി അതല്ല. അത് ആദ്യം ബോധ്യപ്പെടണം. ഞങ്ങളുടെ പാർട്ടി വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാൾക്കൊരു പോസ്റ്റ് കിട്ടണമെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പും വിധേയത്വം ഉണ്ട്. CPM-നകത്ത് അങ്ങനല്ല. CPM-നകത്ത് എല്ലാ ദിവസവും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്ന ഒരു പാർട്ടിയാണ് CPM. അതിന് അവൈലബിൾ സെക്രട്ടേറിയറ്റ് എന്ന് പറയും.
ആഴ്ചയിൽ ഒരിക്കൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഔദ്യോഗികമായി കൂടുന്ന പാർട്ടിയാണ്. എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യുകയും ജനാധിപത്യപരമായി സംവിധാനം രൂപപ്പെടുത്തുകയും അതിനകത്ത് വരുന്ന നിർദ്ദേശങ്ങളാണ് ഇത്തരം ചുമതലകളെല്ലാം കൊടുക്കുന്നത്. അതൊരു വ്യക്തിക്ക് കീഴ്പ്പെടണമെന്നില്ല. പിണറായി വിജയന് പേര് പോലും അറിയാൻ വയ്യാത്ത ഒരുപാട് ആളുകൾക്ക് ഈ കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയന് നേരിട്ടറിയാൻ വയ്യാത്ത, പേര് പോലും അറിയാൻ വയ്യാത്ത. അതേപോലെ തന്നെ MV ഗോവിന്ദൻ മാഷിനും അങ്ങനെ വ്യക്തിപരമായി അറിയാത്തത്. പാർട്ടി സെക്രട്ടേറിയറ്റ് വരുന്ന ചർച്ചയ്ക്കും ജനാധിപത്യ സമീപനമാണ്. അത് വിധേയത്വത്തിന്റെ പേരിലല്ല ഇത് കൊടുക്കുന്നത്. അതുകൊണ്ട് എൻ വാസുവിനെ വിധേയനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനെ കുറച്ച് കാണേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, എങ്ങനെ എൻ വാസു അപ്പോൾ ദേവസ്വം കമ്മീഷണറിൽ നിന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത് എങ്ങനെയെന്ന് പറയൂ. അദ്ദേഹത്തിന് ദേവസ്വം കമ്മീഷണറായിട്ടിരുന്നുകൊണ്ട് ശേഷി തെളിയിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കിയത്. അപ്പൊ അതിനു മുമ്പുള്ള ആരോപണങ്ങളോ പ്രശ്നങ്ങളോ അല്ലോ അന്ന് വന്നിരുന്നോ ശ്രീ സ്മൃതി? അല്ല, അതുകൊണ്ട് പിന്നെ ശേഷിയുള്ള എല്ലാവരെയും പിടിച്ച് പ്രസിഡന്റ് ആക്കാൻ പറ്റൂ? ഒരാളെ ആക്കാൻ പറ്റൂ? അപ്പൊ അങ്ങനെ ശേഷി കണ്ടെത്തിയത് എൻ വാസുവിൽ മാത്രമാണ് അല്ലേ? ശേഷി കണ്ടെത്തിയത് എൻ വാസുവിൽ മാത്രമാണ്. അല്ല, ഒരാളെ ആക്കാൻ പറ്റൂ? സ്മൃതി 10 പേരെ പിടിച്ച് ദേവസ്വം പ്രസിഡന്റ് ആക്കാൻ പറ്റുമോ എന്ന് ചോദ്യം. അതിന്റെ അർത്ഥം എന്തുവാ? ഒരാളെ ഒരു സമയത്ത് പ്രസിഡന്റ് ആക്കാൻ പറ്റൂ. ശേഷിയുള്ള 10 പേരുണ്ടെങ്കിൽ 10 പേരെ ആക്കാൻ പറ്റില്ല, ഒരാളെ എടുക്കാൻ പറ്റൂ. അതൊക്കെ വളരെ ബാലിശമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇപ്പോൾ SITയുടെ കണ്ടെത്തൽ തെറ്റാണ് എന്നാണോ? SIT ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്, 3-ാം പ്രതിയാക്കിയത് വെറുതെയാണെന്നാണോ അങ്ങ് പറഞ്ഞത്? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നാ പറയൂ. എൻ്റെ വാക്കുകളിൽ സ്മൃതി അലങ്കാരങ്ങൾ സൃഷ്ടിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞത് SITയുടെ അന്വേഷണത്തിൽ ഞാൻ ഇതുവരെ കടന്നില്ല. ഞാൻ കടക്കുന്നതിന് മുമ്പേ സ്മൃതി അതിൻ്റെ പുറത്ത് കയറി ചോദ്യം ചോദിക്കുക. SITയിലേക്ക് വന്നാൽ എനിക്ക് കോൺഗ്രസ് പ്രതിനിധി സൂചിപ്പിച്ചതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടേ പറയാൻ പറ്റൂ. കാരണം SITയുടെ അന്വേഷണത്തെ എപ്പോഴും സംശയിച്ചു കൊണ്ടിരുന്ന ഒരു സെറ്റാണ് ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ സംവിധാനങ്ങൾ. കാരണം എന്തുകൊണ്ടാണ്? അതും അവരുടെ ബോധ്യത്തിൽ നിന്നാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ ഇത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് എത്തില്ല എന്ന് അവർ ആദ്യം മുതലേ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ അന്നും പറഞ്ഞു, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്ല, ഇത് എവിടെ എത്തിയാലും ശരി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ കോടതിക്ക് വിധേയമായി ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഇത് അന്വേഷിക്കും. ആ അന്വേഷിക്കുന്നത് ഞാൻ ഈ ഫ്ലോറിൽ നിന്നുകൊണ്ട് പലതവണ പറഞ്ഞു, നിങ്ങൾ ദിവസങ്ങൾ കഴിയുമ്പോൾ കണ്ടോളൂ, SITയെ നിങ്ങൾ കൈയടിച്ച് അംഗീകരിക്കേണ്ട സാഹചര്യം വരും എന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ SITയെ ഒരു പരിധിവരെ അംഗീകരിക്കുക. അവർക്ക് തർക്കമില്ല. കാരണം ഇനി അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് CPIMൻ്റെ ഇന്ന ആളുകളിലേക്ക് എത്തണമെന്ന് അവർ നിർദ്ദേശം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത് SIT പരിഗണിക്കേണ്ട കാര്യമാണ്. കാരണം അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കേണ്ട കാര്യമാണ്. ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നവരെല്ലാം അറസ്റ്റ് ചെയ്യണോ വേണ്ടെന്ന് അവരാ തീരുമാനിക്കേണ്ടത്. എൻ വാസുവിനെ പറ്റി ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ അഭിപ്രായം അതെന്താണ്? അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ല, കടകംപള്ളി പറഞ്ഞ അതിൻ്റെ അഭിപ്രായത്തിൽ എന്താ പ്രശ്നം? അദ്ദേഹത്തിന് അറിയാവുന്ന എൻ വാസു, കടകംപള്ളി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അറിയാവുന്ന എൻ വാസു, അല്ലെങ്കിൽ അതിന് മുമ്പ് അറിയാമായിരുന്ന എൻ വാസു, ഈ 3 മാസത്തിനുള്ളിലല്ലയോ പിന്നെ ശ്രീമതി സ്മൃതി, അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിലല്ലേ നമുക്കൊക്കെ ശബരിമലയിൽ ഇത്തരം സംഭവത്തെക്കുറിച്ച് തന്നെ സംശയം ഉണ്ടായത്. അതുകൊണ്ട് അതിനു മുമ്പ് ഇവർക്കൊക്കെ സംശയം ഉണ്ടാകണമെന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താ? അപ്പോൾ അത് കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മുടെ മുമ്പിൽ വന്ന്, ഒരു രേഖ വന്ന്, തെളിവ് വന്ന്. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബോർഡ് കമ്മീഷനാക്കാൻ വേണ്ടി ശ്രീ എൻ വാസുവിൻ്റെ ലിസ്റ്റ് കൊടുത്തപ്പോൾ അംഗീകരിച്ചപ്പോൾ ഹൈക്കോടതിക്ക് ഇവരുടെ പേര് സംശയം ഉണ്ടായിരുന്നോ? ഒന്നുമില്ലല്ലോ. ഇപ്പോഴല്ലേ ഹൈക്കോടതി റിപ്പോർട്ടുകൾ ചെന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ശ്രീ എൻ വാസുവിന് അറസ്റ്റിലേക്ക് കടന്നത് കാര്യങ്ങൾ. അപ്പോൾ നമുക്കെല്ലാം നേരത്തെ ഇക്കാര്യത്തിൽ അറിവ് വേണമായിരുന്നു ശഠിക്കുന്നത് ശരിയല്ലല്ലോ. ഒരു മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടെങ്കിൽ ഇനി എൻ വാസുവിൻ്റെ കേസ് എന്താണുള്ളത്? അത് ട്രയൽ വരട്ടെ, അത് കോടതി വരട്ടെ. അദ്ദേഹം കുറ്റവാളിയാണ് എപ്പോഴെങ്കിലും പറഞ്ഞു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.